ചെറുക്കന്മാരെ, ഈ മഴക്കാലത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ഞാൻ നിങ്ങളെ പെരുന്തേനരുവിയുടെ കാഴ്ചകളിലേക്ക് ഒന്ന് കൊണ്ടുപോവാണ്. നിങ്ങളെല്ലാം ഡെയിലി കാണുന്ന കാഴ്ച തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് ഇപ്പോഴത്തെ ഈ മഴയിൽ കലിതുള്ളി ഒഴുകുന്ന പെരുന്തേനരുവിയുടെ കാഴ്ചകളിലേക്ക് ഞാൻ പോവാണ്. അപ്പോൾ വേണ്ട, അങ്ങോട്ട് നോക്ക്, കണ്ട. നമ്മളിവിടെ കാണുന്ന ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ അടിച്ച് മറിഞ്ഞിറങ്ങി വരുന്നൊരു കാഴ്ച കണ്ട. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതിലുപരി എന്താണെന്ന് അറിയാം, ഇവിടെ ഭയങ്കര കോട കയറിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് കോടയാണ്. ഭയങ്കര കോടയെന്ന് വെച്ചാൽ ഭയങ്കര കോടയാണ്. ശരിക്കും നമ്മളൊരു ഹൈ റേഞ്ചിലൊക്കെ പോയൊരു ഫീല് ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് വീഡിയോയിൽ കൂടി നിങ്ങളിൽ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും നമ്മുടെ പേജും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ വേണ്ട ആ ഒരു സൈഡ്, അതായത് ഓപ്പോസിറ്റ് സൈഡ്, ഞാൻ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് സൈഡ് നല്ലോണം കോട കയറി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ കൂടി. നല്ല കോടയായിരുന്നു. ഇപ്പം നമ്മളിവിടെ വരുമ്പോഴും ഇവിടെ അത്യാവശ്യം നല്ല കോടയുണ്ട്. പാലത്തിൻ്റെ അവിടെയൊക്കെ നല്ല കോടയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളി ഒരു ക്ലൈമറ്റാണ്. ഇപ്പം ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി ഒരു ക്ലൈമറ്റാണ്. പക്ഷേ നിങ്ങൾ വളരെ സേഫായിട്ട് വരിക. വെള്ളത്തിലൊന്നും ചാടാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് പോവുക. സേഫായിട്ട് വരിക കേട്ടോ. വെള്ളത്തിലൊന്നും ചാടാനായിട്ട് എടുത്തെടുത്ത് പറയുകയാണ്, വെള്ളത്തിലൊന്നും ചാടാനായിട്ട് നിൽക്കരുത്. ഇവിടെ പലയിടത്തും അപകടക്കെണികളായ കുഴികളുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങളിവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോവുക. അടിപൊളി ഒരു ക്ലൈമറ്റാണ് കേട്ടോ. ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ പെരുന്തേനരുവിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സൈഡിലാണെങ്കിൽ ചെറിയൊരു ബോട്ടിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടവഞ്ചി ആണെങ്കിൽ തന്നെ നല്ലതായിരിക്കും. ഈ ഒരു സൈഡിലൊക്കെ നടത്തുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് തോന്നിയ പോലെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം ആക്കി മാറ്റാൻ പറ്റും. നല്ലൊരു ഏരിയയാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ലതായിട്ട് ബോട്ട് ചെയ്യാനും ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ബോട്ടിൽ കൂടെ നടന്ന് ആസ്വദിക്കാനും കുട്ടവഞ്ചി ആണെങ്കിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിരിക്കും. വലിയ ചിലവുള്ള പരിപാടിയൊന്നും അല്ല. അത്യാവശ്യം നീന്തൽ അറിയാവുന്നവരെയും നമ്മുടെ കോന്നിയിൽ സ്ഥാപിച്ച പോലെ തന്നെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു റീച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഏറ്റവും ഹൈറ്റ് കുറഞ്ഞതും നീളം കൂടിയ ഒരു ഡാമാണ് നമ്മുടെ പെരുന്തേനരുവി ഡാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ കാഴ്ചകൾ. കണ്ടോ നിങ്ങളെ? അതിമനോഹരമായിട്ട് ഒഴുകുന്ന നമ്മുടെ പെരുന്തേനരുവി ഡാമിനെ കണ്ടോ? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പെരുന്തേനരുവിയുടെ കാഴ്ചകളാണ്. പെരുന്തേനരുവിയുടെ മഴക്കാലത്തെ സൗന്ദര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരുപാട് ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികളെയൊക്കെ ഇറക്കരുതെന്നും അങ്ങനെയൊക്കെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ച് വേണം ഈ ഒരു സ്ഥലം സന്ദർശിക്കാൻ. ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞ ഒരു സൗന്ദര്യവതിയായിട്ടുള്ള അരുവിയാണ് നമ്മുടെ പെരുന്തേനരുവി. അപ്പം വളരെ സൂക്ഷിക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരിക്കൽ കൂടെ ഈ കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ പെരുന്തേനരുവി കാണാനായിട്ട് വരുന്നവർ മാക്സിമം ശ്രദ്ധിച്ചു വേണം. അത് പെരുന്തേനരുവി എന്നല്ല, ഏതൊരു വെള്ളച്ചാട്ടം കാണാൻ നിങ്ങൾ പോയാലും നിങ്ങൾ വളരെ സൂക്ഷിക്കണം. അപകടങ്ങൾ നിറഞ്ഞ ഒരുപാട് കുഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കണ്ട് ആസ്വദിച്ച് പോവാം. കഴിവതും അവിടെ ഇറങ്ങാതെ കണ്ട് ആസ്വദിച്ച് പോവാം. അപ്പം അപകടം നിറഞ്ഞ ഒരുപാട് കുഴികളുണ്ടാവും. അതൊക്കെ നമ്മുടെ തന്നെ സേഫിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് പോകാം കേട്ടോ. അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങൾ പോയി എൻജോയ് ചെയ്യുക. നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പം അതും പ്രത്യേകം ശ്രദ്ധിക്കുക.